പൃഥ്വിരാജിന് ഒരു കയ്യടി. പണ്ട് പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്നൊക്കെ സൗണ്ട് വരും. ഇതൊന്നും ഇല്ല ഈ പടത്തിനകത്ത്. മൈന്യൂട്ട് സാധനങ്ങൾ കണ്ടല്ലേ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കറക്റ്റ് ആടുകളെ കെട്ടിപ്പിടിച്ച് കടന്ന് ഉറങ്ങുന്നുണ്ട് പല ദിവസങ്ങളും പുള്ളി. അപ്പോഴാണ് മറ്റൊരു സീൻ, അങ്ങനെ ഒരു സീനിലോട്ട് വരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, വൈഫിനെ ഓർമ്മ വരുന്നു. അങ്ങനെയൊക്കെ ചില പടങ്ങൾ ഇറങ്ങുമല്ലോ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അതിനെ ആ വിട്ടു പോകത്തില്ല എന്ന് പറയത്തില്ല. കുറച്ചാളത്തേക്ക് നമുക്ക് നജീബും ആടുജീവിതം മഞ്ഞുമൽ ബോയ്സ് ഇത്രയും കളക്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോഴേ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ആടുജീവിതം കൂടെ കയറി ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തമിഴ്നാട്ടിൽ റെസ്ട്രിക്ഷൻസ്, ഇത്ര സ്ക്രീനെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ വരും. പുറയുന്ന ഇടിച്ചിട്ട് ഇങ്ങനെ പെടഞ്ഞു വരിക്കുന്ന ഒരു സീനുണ്ട്. എന്റെ ദൈവം, അയ്യോ അത് അന്യായം. ചോരയൊക്കെ തുപ്പി മോളോട്ട് പോകുന്ന ഷോട്ട്, ഒറ്റ കാലടി വേറെ ഇല്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. അത് ഭയങ്കര അവര് നടന്നു വരുന്ന വഴി ഫുള്ളും കാൽപാദം കാണാം. അത് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓസ്കാർ വാങ്ങിക്കൊണ്ടുവരും എന്നാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. നാഷണൽ അവാർഡിനേക്കാളും മുകളിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഓസ്കാർ. മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു കഥ, അത് സിനിമയായി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷ. അതാണല്ലോ ആടുജീവിതം. ആടുജീവിതം സിനിമയായി കണ്ടു. അതിൻ്റെ വിഷ്വൽസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരു മലയാള സിനിമ ഇങ്ങനെ മേക്ക് ചെയ്യാമോ എന്ന് തോന്നി. ഒരു ഹോളിവുഡ് ലെവലിലോട്ടൊക്കെ പോയ ഒരു മേക്കിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞെട്ടിയ ഒരു അനുഭവമാണ് ആ മേക്കിങ്ങിലൂടെ തന്നെ കിട്ടിയത്. ആടുജീവിതം ശരിക്കും പൃഥ്വിരാജിൻ്റെ ഒരു തലക്കൻ പെർഫോമൻസ്, ബ്ലസ്സിയുടെ മേക്കിംഗ്, AR റഹ്മാൻ്റെ മ്യൂസിക്, ഇതിലല്ലേ ടോപ്പിൽ നിൽക്കേണ്ട ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആടുജീവിതം. അവരുടെ 3 പേര് വരെ എനിക്ക് എടുത്തു പറയാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നിരവധി പേരുണ്ട്. പക്ഷേ അനുഭവം ഗംഭീരം. ഹോളിവുഡ് മേക്കിംഗ് അല്ലേ, കറക്റ്റായിട്ട് അങ്ങനെ തന്നെ നമുക്ക് തോന്നി. അതെ, ഞാൻ ഇപ്പം ജസ്റ്റ് അങ്ങോട്ട് സിനിമ കണ്ടിട്ട് വന്ന് ഇരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പൃഥ്വിരാജിൻ്റെ എല്ലാവരും നല്ലോണം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ആ ഡെഡിക്കേഷൻ, എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ചില സീനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഫസ്റ്റിലത്തെ സീനിൽ കാണിക്കുമ്പോൾ തന്നെ പുള്ളി നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് വന്ന ആ ഒരു റിവീൽ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ഒരു മനുഷ്യൻ. നമ്മൾ വെളിയിൽ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ മലയാളത്തിൽ നമ്മുടെ സ്വന്തം നടൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു നടനും ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനോ ഇല്ല. അപ്പോ തിക്കിരിക്കകത്ത് ജയസൂര്യ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതെനിക്ക് അതിനകത്ത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ഫോർമേഷനും ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസും ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ വലിയ ഷർട്ട് ഇട്ടിട്ട് കുറച്ച് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സീനിൽ ഷർട്ട്ലെസ് ആയിട്ട് വരുമല്ലേ, നമ്മൾ എന്താണ് ഞെക്കടായിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. അതൊരു ഗംഭീര സീൻ വെച്ചാൽ ഒരാള് ആ ഒരു ഷോട്ടിൽ തന്നെ ആ വെള്ളം വീഴുന്ന ആ സമയത്ത് ശരിക്കും നമ്മുടെ ദേഹത്ത് വെള്ളം, ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. അങ്ങനെ കുറെ ഫീൽ മൊമെന്റുകൾ ഉണ്ടാക്കാൻ എനിക്ക് ബ്ലസ്സി എന്ന സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ബ്ലസ്സിയുടെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലസ്സിയുടെ സിനിമകൾ രണ്ടാമത് കാണാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒന്നെങ്കിൽ ഒരു പന്ന സിനിമ ആയിരിക്കണം, ഇല്ല ബ്ലസ്സിയുടെ സിനിമ ആയിരിക്കണം. ഒന്ന് തന്മാത്രയാണ് നമ്മൾ പറയുന്നത്. തന്മാത്രയൊക്കെ ഏത് നിമിഷം കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആ മോഹൻലാലിന്റെ ലാസ്റ്റ് ആ ബെഡിനകത്ത് ചുരുണ്ടിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞ് നമുക്ക് വിഷമമല്ല, നമ്മുടെ മനസ്സിനകത്ത് ആ ഹൃദയം വിങ്ങാന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു വിങ്ങലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തത്തില് നമ്മള് എന്താ പറയാ, അങ്ങ് മനസ്സിനകത്തൊരു പെയിന് വരും. നമ്മളത് വിട്ടുമാറാൻ തന്നെ കുറച്ച് സമയം എടുക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മറ്റേ പളുങ്ക് സിനിമയില് പൊട്ടിക്കരയുന്ന മമ്മൂട്ടി പൊട്ടിക്കരയുന്ന ഒരു സീൻ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതേപോലെ തന്നെ ഇപ്പം അടുത്തത് പൃഥ്വിരാജ്. അങ്ങനെ ഒരു ബ്ലസ്സി എന്ന് വെച്ചാൽ കഥകളിലൂടെ ഒരു അവാർഡ് ടച്ചുള്ള സിനിമകൾ, കഥകളിലൂടെ കൂടുതൽ പറയാൻ ശ്രമിക്കുന്നു. ഒരു സത്യനന്ദിക്കാട് ലെവൽ മേക്കിംഗ്, ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് മേക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനൊരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെ. ആ ഒരു ലെവലിൽ നിന്ന് മനുഷ്യൻ ഇത്രയും ഗംഭീര ഒരു മേക്കർ. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റും അങ്ങനെ ഒരു ലെവൽ പടവും വെട്ടിയ ആർക്കും ബ്രില്യൻ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അല്ല, ഈ ബ്ലസ്സി ഇപ്പം നമ്മളാലേക്ക് 16 വർഷമായി പുള്ളി ഈ ഫീൽഡിൽ നിന്ന് മാറി എന്നിട്ട്. അപ്പൊ അതിന് മുമ്പ് പൃഥ്വിരാജ് തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പുതിയ ടെക്നോളജി വന്നത് പുള്ളിക്കാരൻ അറിയില്ല.
അതിനൊക്കെ മുന്നേ ഫിലിമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി മാജിക് തീർത്തിട്ട് പോയ ആളാണ്. അപ്പം പുള്ളിക്കാരന് പുതിയ ടെക്നോളജി വന്നപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റി. പുള്ളിയുടെ പീക്കിൽ നിന്ന സമയത്താണ് ഈ സിനിമ ഏറ്റെടുത്തത് ചെയ്യുന്നതും. അതിന്റെ ഒരു 16 വർഷം അതിന്റെ ഇടയ്ക്കിൽ ടെക്നോളജി മുഴുവൻ മാറി മാറി. അതെല്ലാം കാണാനുണ്ട് സിനിമയിൽ, അത് മൊത്തത്തിൽ കാണാനുണ്ട്. പടം ഐമാക്സ് ഉണ്ടോ സിനിമ? ഐമാക്സിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ കണ്ടത് 4K ഡോൾബി അറ്റ്മോസിലാണ് ഞാൻ കണ്ടത്. അടിപൊളി സൗണ്ട്, പ്രത്യേകിച്ച് ARRന്റെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് നജീബ് ഇതിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് മറ്റേ കാഫിർ എന്നല്ലേ പറയുന്നത്, യജമാനൻ പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു മിസ്റ്റീരിയസ് ആണ്, എന്താണ് നടക്കുന്നതെന്ന് ആ പുള്ളിക്കാരൻ നജീബിനും അറിയില്ല എന്നുള്ളൊരു മൊമെന്റിൽ അവിടെ ഈ മറ്റേ ഫ്ലൂട്ട് ഉണ്ടല്ലോ, കുറച്ചും കൂടെ വലിയ ടൈപ്പ് ഫ്ലൂട്ട് ഉണ്ടല്ലോ, കുറച്ചും കൂടെ എയർ പാസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആ ഫ്ലൂട്ടിൽ ഒരു പ്രത്യേകതരം മ്യൂസിക് ആണുള്ളത്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു, ആ ഫ്ലൂട്ടിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നല്ലോ എന്നാണ് എനിക്ക്, അത് കൊള്ളാമല്ലോ എന്നുള്ളൊരു. പിന്നെ വേറെ ഏതോ ഒരു, അത് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് ആക്ച്വലി, വേറെ 1-2 സ്ഥലത്തും ഇതേപോലെ ചില ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ നല്ല രസമായിട്ട്. പിന്നെ സിനിമയ്ക്കകത്ത് അങ്ങ് ബ്ലെൻഡ് ആയിപ്പോയി നമ്മൾ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനൊന്നും പിന്നെ ടൈം എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ പെർഫോമൻസ്, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഫസ്റ്റ് ഒരിടത്തില് ഫസ്റ്റ് ഫ്രെയിം തൊട്ട് അവസാന ഫ്രെയിം വരെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഒറ്റ ഫ്രെയിമിലില്ല ഇല്ല. അത്ര എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിന്റെ ഈ ബോഡി ലാംഗ്വേജ് ഓൾറെഡി മാറി. കാരണം നമ്മൾ ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു നടനുണ്ട്, അയാളുടെ 6 പാക്ക് ലെവല്, അങ്ങനത്തെ ഒരു നടനുണ്ട്. ആ നടൻ ഇതിനകത്തില്ല. ഇല്ല 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 ഇല്ല. ആദ്യം തന്നെ ആ വലിയ ചബ്ബിയായിട്ട് ഭയങ്കര തടി വെച്ചുള്ള വന്ന പൃഥ്വിരാജ് പെട്ടെന്ന് തന്നെ അതിന്റെ പിന്നെ കാണിക്കുന്നത് ഓരോ ട്രാൻസ്ഫോർമേഷനാ. പുള്ളിക്ക് താടി വളരുന്നു, ബോഡിയുടെ ഷേപ്പ് മാറുന്നു, അവസാനം വിട്ട് കൈ വിട്ടുപോയി പൃഥ്വിരാജന്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ഇളകി നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു മൂവ്മെന്റ് ഉണ്ട് മിക്ക പടങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഈ ഒന്ന് അനങ്ങി നിൽക്കുക, ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഒന്ന് ഇളകി നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഈ പടത്തിനകത്ത് പക്ക നജീബ്, അങ്ങനെ ഒരു മാനറിസം പോലും ഇല്ല. ചിരിക്കുന്നതാണെങ്കിൽ ചിരിക്കല്ല, ഈ എന്താ പറയുക, പല്ലാണെങ്കിലും കണ്ണാണെങ്കിലും മേക്കപ്പ് ഒരു രക്ഷയില്ലാത്ത മേക്കപ്പ് അടിപൊളി മേക്കപ്പ്. ഇപ്പൊ നമ്മള് പടം കാണുന്നതിന് മുമ്പ് ആദ്യമേ കണ്ടത് നമ്മൾ കോവിഡ് സമയത്ത് പുള്ളിക്കാരൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഫോട്ടോ വൈറലായിരുന്നു. അതിനകത്തും പുള്ളി വൈറ്റ് ആണ്, ടാനൊന്നും വലുതായിട്ട് അടിച്ചിട്ടില്ല, താടി വളർന്നിട്ടുള്ളൂ. പിന്നെ ഉള്ള ഫോട്ടോസ് എല്ലാം റിലീസ് ചെയ്യുന്നതിനകത്തും ക്ഷീണിച്ചിരിക്കുകയാണ്, പക്ഷെ ഇങ്ങനെ ടാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ടാനൊക്കെ അടിച്ച് വേറൊരു ലെവലിലേക്ക് മേക്കപ്പ് ചെയ്ത് മാറ്റി, നഖങ്ങൾ അത് ഫിക്സാന്ന് പറയുന്നതായിട്ട് അതെല്ലാം തന്നെ മാറി. കാല് നടത്തൊക്കെ ആ ഫുള്ളും ആ ഒരു ഈ അപകടം പറ്റി ആ ഒരു ഞൊണ്ടലുണ്ട്, ആ ഫുള്ള് അതേ പാറ്റേൺ ആ മരുഭൂമിയിലാണ് നടക്കുന്നവരെ ഇല്ലേ. അതെ അതെ, ചില സമയത്ത് ഓടുന്നതൊക്കെ അതേ പാറ്റേൺ. അല്ലാതെ ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ ഒരു എന്താ ഷോട്ട് ബൈ ഷോട്ടിനുള്ളത്, ആ കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയത്തിലൂടെ എനിക്ക് വന്ന് ഒരിടത്ത് നമുക്കൊരു മിസ്സിങ് തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ ഞാൻ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ 2008 മറ്റാണ് ബുക്ക് റിലീസായത്. ഞാൻ 2011-12 ഞാൻ വായിച്ചത്. 11-ലാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ഞാൻ എന്താ പറയുന്നത്, പഠിത്തമെല്ലാം ഇങ്ങനെ കഴിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അത് വായിച്ചത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ മറ്റോ ആണ് ഞാൻ വായിച്ചത്. വായിക്കുന്ന സമയത്ത് ഇത് ഒരു ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബുക്ക് വായിക്കുന്ന സമയത്ത്. ശരിക്കും ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, പകുതിയായപ്പോഴത്തേക്ക് ഫീൽ വന്ന്. അല്ല, ഞാൻ 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 ദിവസം കൊണ്ട് ഈ സംഭവം മൊത്തം വായിച്ചു തീർന്നതാണ്. ആ 2 ദിവസം വായിച്ചത് ഞാൻ അത്രയും വലിയ ബുക്ക് റീഡറൊന്നുമല്ല, കൊച്ചുനാളി വായിക്കുമെങ്കിലും പിന്നീട് വായിച്ചില്ല. പക്ഷെ ഈ ബുക്ക് കൈ കിട്ടി 2 ദിവസം അത്രയും ഒരു നമുക്ക് ആ സിമ്പിൾ ലാംഗ്വേജ് ഹുക്ക് ചെയ്ത് സിമ്പിൾ ലാംഗ്വേജിൽ നല്ല രീതിയിലാണ് കഥ പറഞ്ഞു പോകും. അപ്പം 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പം ഗൾഫിൽ ഇനി പണിയെടുക്കാൻ പോകണോ എന്നാണ് സീരിയസ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്ത. ട്രോള് വന്നത് അതേപോലെ അന്ന് എനിക്ക് തോന്നിയത് ഗൾഫിൽ പണിയെടുക്കാൻ പോയി ഇനി അങ്ങനെ ആള് മാറിപ്പോയി കഴിഞ്ഞാൽ തീർന്നില്ല. ആ ഒരു മൈൻഡ് അന്നുണ്ടായിരുന്നു. അന്നൊരു ട്രോമ പോലെ ആയിരുന്നു. കുറച്ച് ദിവസം നമ്മളിങ്ങനെ അലട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബുക്കൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം സിനിമയോട് അടുപ്പിച്ച് ഇറങ്ങാറുണ്ട്. ഞാൻ ആ കഥ മറന്നിട്ടില്ല, പക്ഷെ മെയിൻ സാധനങ്ങളൊക്കെ മറന്നുപോയി. പക്ഷെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ സാധനങ്ങൾ വന്നു. അതെങ്ങനെയാണ് അപ്പം ഈ ബുക്ക് വായിച്ചിട്ട് പോയി കാണുന്നതിന്റെ ഒരു
ഇമ്പാക്ട് എങ്ങനെയായിരിക്കും. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, എനിക്കത് ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. ഞാൻ ബുക്ക് വായിക്കണമെന്ന് വിചാരിച്ച സമയത്താണ് ഈ ഫിലിം അനൗൺസ് ചെയ്യുന്നത്. അപ്പം എന്നാൽ ഫിലിം കാണാം. എനിക്ക് ഫിലിമിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ബുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് എന്നാൽ എനിക്ക് ഫിലിം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് പറ്റുവാണെങ്കിൽ ബുക്ക് വായിക്കാം. ഇപ്പോൾ ബുക്ക് വായിക്കുന്ന സംശയമാണ്. പക്ഷെ എങ്ങനെയായിരുന്നു ആ ബുക്ക് വായിച്ചിട്ട് നമുക്ക് ഈ സിനിമ കാണുന്നതിൻ്റെ ഒരു നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇമാജിൻ ചെയ്യുമല്ലോ, നമ്മൾ വിഷ്വലി നല്ല ഇമാജിനേഷൻ നമ്മൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ നജീബിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോ നജീബ് പൃഥ്വിരാജിന്റെ മുഖമായിരിക്കുമല്ലോ. അതെ, ഇനി നമ്മളിപ്പം ബുക്ക് വായിക്കാതെ ഇനി സിനിമ കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇനി പൃഥ്വിരാജിന്റെ മുഖം നമുക്ക് മനസ്സിൽ ഓർമ്മ വരുള്ളൂ. പക്ഷേ നമ്മൾ ബുക്ക് വായിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ നമുക്ക് ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം. അതുപോലെ തന്നെ ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്ന രീതി എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് എന്താ പറയുക, നമ്മളെ ഇമാജിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ആ ബുക്ക്. അല്ലല്ല, ഈ മരുഭൂമിയുടെ മനോഹാരിത അല്ലെങ്കിൽ മരുഭൂമിയുടെ ഒരു മിസ്റ്ററി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ആടിപ്പൊളിയായിട്ട് എഴുതി വെച്ചേക്കുന്നത്. രാത്രിയിൽ ഓടിപ്പോകുന്ന സമയത്ത് മരുഭൂമിയിൽ നക്ഷത്രങ്ങളെ നോക്കി ഓടിപ്പോകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഇതേപോലെ അതിനകത്ത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ ആകാശ ഗംഗയുടെ മറ്റേ മിൽക്കി വേയുടെ ഒരു സംഭവം വെള്ളത്തിനകത്ത്. അതേപോലൊരു സംഭവം നോക്കിയിട്ടൊക്കെ ഓടിപ്പോകുന്നതും ഈ ചന്ദ്രനെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഈ ഹക്കീം വെള്ളം കണ്ടിട്ട് അതിലേക്ക് കുതിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട്. അതും എല്ലാം ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതി വെക്കുമ്പം അത് ചിത്രീകരിക്കുമ്പോൾ നമുക്ക് എഴുതി വെച്ചതിൻ്റെ ഒരു 10% പോലും ആക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1-2 സംഭവങ്ങൾ മിസ്സായി പോയതായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ബുക്ക് റീഡ് ചെയ്തിട്ടുള്ള ആളെന്നുള്ള സിനിമയ്ക്ക് വേണമായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വേണമായിരുന്നു, 100% വേണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് അല്ലാതെയാണോ? നല്ല സെൻസർ ബോർഡ് കട്ട് ചെയ്ത മറ്റേ സീൻസ് ഉണ്ടായിരുന്നു. മറ്റേ ആടുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഈ ആടുകളുമായിട്ട് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവും. അതായത് നജീബ് എന്ന് പറയുന്ന, കുറച്ച് സ്പോയിലറാണ്, നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ആരും ഇല്ല അവിടെ സംസാരിക്കാൻ. ആടിനോടാണ് സംസാരിക്കുന്നത്. അതെ, ആടിനോടാണ്. പുള്ളിക്കാരന്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുന്ന ആടിന്റെ അടുത്താണ്. ആടിന്റെ അടുത്ത് പറയുന്ന സമയത്ത് പുള്ളി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ആടുമായിട്ട് കണക്ട് ആവും. വേറെ ആരും സംസാരിക്കാനില്ല. അപ്പം ആടുമായിട്ട് കണക്ട് ആയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആടുകൾക്ക് എല്ലാത്തിനും പേരിടും പുള്ളി. വീട്ടിലെ ആൾക്കാരുടെ പേരും കുഞ്ഞ് ജനിക്കത്തില്ല, കുഞ്ഞിന്റെ പേരും അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ ഇന്റർവ്യൂവിൽ പറയുന്നത് 10-12 വർഷമായി ഇപ്പം ബുക്ക് വായിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് ഇത്രയും കൂടെ ഓർമ്മയില്ല. പക്ഷെ അങ്ങനെല്ലാം പേരുകൾ ഇടുന്നുണ്ട്. ആടുകൾക്ക് പേരിട്ട് വിളിക്കുകയും പേര് വിളിക്കുന്ന കേട്ടപ്പോൾ ആട് ഓടി വരികയും പിന്നെ കണക്ട് ആയി അവര്. പിന്നെ ഈ അതിനകത്ത് തന്നെ കാണിക്കുന്നത് അങ്ങനത്തെ സീനുകളൊന്നും ഇല്ല ഇതിനകത്ത്. ആകെ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നത് ഗംഭീര ഒരു സീനാണ്. നല്ല സീനായിരുന്നു. അത് നമുക്ക് ആ വിഷ്വലി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന സീനും കൂടെ ആയിരുന്നു. പക്ഷെ അത് തുടക്കത്തിലാണ് നജീബ് വന്നിറങ്ങിയിട്ടുള്ളത്. അതൊരു ദൈവികമായ ഒരു രീതി എന്നുള്ള രീതിയിലാണ് അത് കൺവേ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളുമായിട്ട് കണക്ഷൻ ആയതിനു ശേഷം പിന്നെ ആകെ സിനിമയിലെ ആകെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പോകാൻ നേരത്ത് ആടിനോടും ഒട്ടകത്തോടും സംസാരിക്കുന്ന ആ ഒരു സീനേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഇവർ കണക്ട് ആയെന്ന് വെച്ചാൽ ഇങ്ങനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കൊണ്ടുപോയി നടക്കുന്നു, അവന് ഇത് നമ്മുടെ കുബൂസ് കൊടുക്കുന്നു, ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു നജീബ് ഇതിൽ കൂടുതൽ ഇമ്പാക്ട് ഇത് ആടുകളുമായിട്ട് കണക്ട് ആയിരുന്നല്ലോ, ഇങ്ങനെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടത് ഞാൻ ചോദിച്ചു. അത്രയൊന്നും കാണിച്ചില്ല സിനിമയ്ക്ക് അത്രയും കാണിച്ചില്ല. പക്ഷെ അത് വേണമായിരുന്നു. കാരണം ഇമോഷണലി നമ്മൾ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് പടം ഭയങ്കരമായിട്ട് തകർന്നു പോയാൽ ചില. അതായത് യാത്ര പറഞ്ഞിറങ്ങുന്ന സീനുണ്ടല്ലോ, അത് ബുക്കിലൊക്കെ വായിക്കുമ്പോൾ നമുക്കും തന്നെ വിഷമമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സ്വന്തം മക്കളെ വേറൊരു കുടുംബം വിട്ടിട്ട് തിരിച്ചു വരുന്ന പോലെ അവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങ് സെറ്റായോ പോകാൻ. അത് ശരിക്കും കണക്ഷൻ അങ്ങനെ ആയി പുള്ളിക്കാരൻ. എന്നുവെച്ചാൽ ഫാമിലി ഉള്ള ആൾക്കാരുടെ പേരും വേറെ വേറെ വിളിച്ചു. ഇതിനകത്ത് പേരൊന്നും കാണിക്കുന്നില്ല, വിളിക്കുന്ന അങ്ങനൊന്നും കേൾപ്പിക്കുന്നില്ല ഇല്ലെന്നാണ് എന്റെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡയലോഗ് വളരെ കുറവാണ്. മരുഭൂമിയിലെ ഡയലോഗ് അവൻ സൈനുവിനെയും ഉമ്മാനെയും വിളിക്കുന്നത്, പിന്നെ അച്ചാർ ഉപ്പിയില് അത് വെച്ചിട്ടൊരു കരയുന്ന സീനുണ്ട്. ഒരു ഗംഭീരത്തിന് ആ വണ്ടിയുടെ പുറകിൽ കരയുന്ന. അല്ല, പൃഥ്വിരാജിന്റെ അഭിനയം വെച്ച് പറയും. പൃഥ്വിരാജ് ഡയലോഗ് വളരെ കുറവാണ് സിനിമയിലെ. ഡയലോഗ് എന്ന് പറഞ്ഞ സാധനമല്ല, വിഷ്വലാണ് നാളെ ശരിക്കും ഇമ്പാക്ട് ചെയ്യുന്നത്. അത് എന്താ നോവലിൽ നിന്ന് വിഷ്വലായിട്ട് എങ്ങനെ കാണിക്കാം അത് തന്നെയാണ് ബ്ലസ്സി കാണിച്ചിരിക്കുന്നത്.
പക്ഷെ ചില സീനിൽ വെള്ളം നമ്മൾ പറയുന്നില്ല വെള്ളം മേടിച്ചോണ്ട് വേണം, നമ്മൾ ദാഹിക്കും പറയുന്നത്. വെള്ളം കിട്ടാതെ നമ്മുടെ തൊണ്ട ഇടറിയ എങ്ങനെ സംസാരിക്കും? ലൈവ് റെക്കോർഡിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡബ് ചെയ്താണെങ്കിൽ എന്തു ഇതായിട്ടൊക്കെ അല്ല ഡബിങ് ചെയ്താണല്ലോ, ഡബിങ് ചെയ്താണ്. പക്ഷെ ഡബിങ്ങില് പൃഥ്വി സത്യം പറഞ്ഞൊരു മെത്തേഡ് ആക്ടറാണ്. മമ്മൂട്ടിയുടെ കൂട്ടി ഒരു മെത്തേഡ് ആക്ടറാണ്. ഡബില് സിനിമ മാറ്റിക്കളയും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെയിം സംഭവമാണ് ഇവിടെ പൃഥ്വിരാജ് ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഡബിങ്ങിന് പക്ക എന്നെ കിടിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഡബിങ് സൂപ്പറായിട്ട് ചെയ്തത്. സൗണ്ട് ഇടറി സംസാരിക്കുന്നതാണെങ്കിലും, പണ്ട് പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്നൊക്കെ സൗണ്ട് വരുവായിരുന്നു. ഇതൊന്നും ഇല്ല ഈ പടത്തിനകത്ത്. പൃഥ്വിരാജില്ല. പക്ക ഡയലോഗുകളൊക്കെ നല്ല വ്യക്തമായിട്ട്, മീൻ എങ്ങനെയാണോ വേണ്ടത് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡയലോഗുകൾ. തുടക്കത്തിൽ വരുന്ന സംസാരമല്ല പിന്നീട് വരുന്നത്. പിന്നെ മറ്റേ മഴ വരുമ്പോ ഗുഹയ്ക്കകത്ത് കയറി നിന്നിട്ട് ഇത് കഴിക്കുന്ന കുബൂസ് കഴിക്കുന്ന ചവയ്ക്കുന്ന ഒരു സീനുണ്ട്. എന്റെ ദൈവം, അത് ശ്രദ്ധിച്ചില്ല? അതായത് കുബൂസ് എടുത്തിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന അത് കേൾക്കുന്നുണ്ടല്ലേ നമ്മള്? കേൾക്കുന്നല്ല, ചവയ്ക്കുന്ന ആ സീൻ, ആ ചവയൊക്കെ കണ്ട് വേറെ ആള് മൊത്തത്തിൽ മാറിപ്പോയി. ആട് എങ്ങനെ ചവയ്ക്കുന്ന അതേപോലെ ആട് ജീവിതം തന്നെ. മൈന്യൂട്ട് സാധനങ്ങൾ കണ്ടല്ലേ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കറക്റ്റ് വാ തുറന്ന് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ സമയത്ത് നമ്മൾ തന്നെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ എന്താ സംഭവിച്ചതെന്ന്. അത് ആട് ജീവിതം. പുള്ളി ബെന്യാമിനും പറഞ്ഞിട്ടുണ്ട്, ഇത് രൂപാന്തരപ്പെട്ടു പോകുന്ന ആടിലോട്ട് രൂപാന്തരപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. അതെ അതെ, ആ ബുക്കിന്റെ കവർ തന്നെ അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യൻ. അതേപോലെ തന്നെ നല്ല നല്ല കിടില അഭിനയം. പിന്നെ സിനിമാറ്റോഗ്രാഫി എന്റെ ദൈവമേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചലഞ്ചിങ് ആണ്. അത് അവര് പറഞ്ഞ പോലെ തന്നെ അവരുടെ കോവിഡ് സമയത്തുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ചലഞ്ചിങ് ആണ്. ഇതിനകത്ത് ഓരോ ഷൂട്ടുകളും ഇങ്ങനെ ഒപ്പിച്ചെടുത്തുകയാണ് അല്ലേ? ഓരോ മറ്റേ ഒട്ടകത്തിന്റെ എന്താ കണ്ണിലെ നോട്ട അത് 7 ദിവസമോ എടുത്ത റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ നല്ല ഗംഭീര ഷോട്ടും ആയിരുന്നു. ആ ഒട്ടകം ശരിക്കും നമുക്ക് ഫീലായി. അത് ഒട്ടം തന്നെ എണ്ണിച്ചത് നീ പല ആനിമൽ മൂവീസ് കാണുമ്പോൾ ഹോളിവുഡ് സാധനങ്ങൾ ഇവിടെ മലയാളത്തിലൊക്കെ നമുക്ക് ഒരു ഫീലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഹോളിവുഡിലെ ചില സാധനങ്ങൾ കണ്ടു നമ്മൾ ഞെട്ടിപ്പോകും. ആ ഒരു ചെറിയ മൂമെന്റ് തന്നെ നമ്മളെ ഞെട്ടിച്ച് ആടുകൾ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. പിന്നെ ആ മറ്റേ ഷോട്ട് ആട് വന്ന് വിളിക്കുന്ന ഷോട്ട് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എന്താ ഈ കെട്ടിപ്പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എൻ്റെ ഇതിൽ ഓർമ്മ ശരിയാണെങ്കിൽ ബുക്കിൽ എഴുതിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി താഴെ കിടക്കുന്നോ അങ്ങനെ കിടക്കാൻ കട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. കട്ടില്ല കടന്നേന്നോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? കട്ടിലിന് താഴെ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എവിടെ കിടന്നേന്ന്. പുള്ളിക്കാരൻ കിടക്കുന്ന സമയത്ത് ചില ദിനങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടും മരുഭൂമിയിൽ ഭയങ്കര തണുപ്പുമായിരിക്കും രാത്രിയിൽ. ആ തണുപ്പിൽ പുള്ളിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ് കിടന്നിട്ട് ഈ ആടുകളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് പല ദിവസങ്ങളിൽ പുള്ളി. അപ്പോഴാണ് മറ്റൊരു സീൻ, അങ്ങനെ ഒരു സീനിലോട്ട് വരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, വൈഫിനെ ഓർമ്മ വരുന്നു, അങ്ങനെയൊക്കെ ആ സീനിലോട്ട്. പക്ഷെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സീനായിരുന്നു. ഇമോഷൻ അത് പക്ഷെ ഇപ്പൊ ആൾക്കാർ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അതിനെ ഭയങ്കര രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതാ ബെന്യാമിൻ ഇപ്പൊ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞത്. അതെ, ഇത് പക്ഷെ അന്നോട്ട് എനിക്ക് പോയി കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇത്ര എഫേർട്ട് ഇടുന്ന സമയത്ത് അതും എന്തായാലും കൂടുതൽ ആഗ്രഹം കൂടി പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയായിരുന്നു. പിന്നെ ഇതിപ്പോ കണ്ട ഓൾറെഡി അതിന്റെ ചിത്രം മേക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഹൈപ്പ് ഉണ്ട്. ഇത്രയും വർഷം കൊടുത്ത് എന്താണ് വരാൻ, പിന്നെ കോവിഡിനകത്ത് സ്റ്റക്ക് ആയതിന്റെ ഒരു ഇത്. അതുകൊണ്ട് നമ്മൾ കാണാനുള്ള ഒരു അതിന് കൂടുതലുണ്ടായിരുന്നു. വിഷ്വലി ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. വിഷ്വലി നല്ല രസമായിട്ടാണ്. പിന്നെ സാൻഡിനകത്ത് ഇവർ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട്, അതായത് ഇത്രയും ക്രൂ ചെന്നിട്ട് ഒരു മരുഭൂമിന്ന് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽപ്പാട് കാണും. കാൽപ്പാട് കണ്ടിട്ട് പിന്നെ ഒരു ക്രൂ കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാൽപ്പാടായിരിക്കും മൊത്തം. പക്ഷെ ഇതിനകത്ത് ഇവര് ഈ ഹക്കീം ആദ്യം വീഴുന്നൊരു സീനുണ്ട്. അതായത് സൈഡിൽ കൂടെ മരുഭൂമിയുടെ ഡ്രോൺ ഷോട്ടാണോ? അതെ അതെ, കറക്റ്റ് അത് തന്നെ. മരുഭൂമി കൂടെ നടന്നു പോയിട്ട് ഹക്കീമ് വീഴുന്ന സമയത്ത് പൃഥ്വിരാജ് നജീബ് പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് പോയ മറ്റേ ആഫ്രിക്കൻ ആള് പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് ഖാദിരി തിരിച്ചു വന്നിട്ട് ഇവരോട് സംസാരിക്കുന്നു. ആ സമയത്ത് മോളോട്ട് പോകുന്ന ഷോട്ട് ഒറ്റ കാലടി വേറെ ഇല്ല.
അത് ഞാൻ ശ്രദ്ധിച്ചു. അത് ഭയങ്കര അത് അവര് നടന്നു വരുന്ന വഴി ഫുള്ളും കാൽപാദം കാണാം. ഇങ്ങനെ പോയി പറ്റിച്ചാണ് അറിയില്ല, ചിലപ്പോൾ VFX ആയിരിക്കാം. സത്യം. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല ആ ഫുൾ ഷോട്ട് എനിക്ക് തോന്നുന്നു ഡ്രോൺ ആയിരിക്കും. അവിടെ അങ്ങ് ആരും കാണത്തില്ലായിരിക്കും. മേ ബി അതെനിക്ക് തോന്നുന്നു ഒറ്റ ഷോട്ടിൽ എടുത്തായിരിക്കും. എന്നാലും അടുത്തുനിന്ന് ഫേസ് എടുക്കണമല്ലോ. അതന്നെ എനിക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിലപ്പോ ആദ്യത്തെ ആ ഡ്രോൺ ഷോട്ട് എടുത്തതിന് ശേഷം ക്യാമറ കുറച്ച് കിടിലൻ സാധനങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടല്ലോ, മറ്റേ വെള്ളം വഴി വരുന്ന അത് കിടിലായിരുന്നു. അതേപോലെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴും വിചാരിച്ചു അത് തന്നെ ഇവനും നമ്മുടെ പാട്ട് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന സമയത്ത് ഇവനും അമലപ്പോളും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ മാറി കിടക്കുമ്പോ വെള്ളം എല്ലാം കൂടി ഇങ്ങനെ ഈ മണലായി മാറും. അത് നല്ല ട്രാൻസിഷൻ. ആ രണ്ട് ട്രാൻസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വളർത്തി കടന്നിട്ട് വെള്ളം കയറി അത് തന്നെ അത് നല്ല സാധനം. വെള്ളത്തിൽ കിടന്നിട്ട് വെള്ളം കയറി മുങ്ങി പിന്നെ എല്ലാം വെള്ളം ഇങ്ങനെ മരുഭൂമിയിലോട്ട് ഇതാവും. അത് നല്ല സംഭവം. അത് ആലോചിച്ചിട്ട് നല്ല അങ്ങനെ മേക്കിങ്ങിൽ കുറെ സാധനങ്ങൾ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്. അല്ലെ നമ്മൾ ഒരു സർവൈവൽ ത്രില്ലർ ഒരു സിനിമ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതിൽ കൂടുതൽ കാണിക്കാൻ പറ്റുന്നത് വിഷ്വലി നമുക്ക് കഥ പറയാനായിട്ട്. അതിന് കഥ പറയുന്ന ഡയലോഗുകൾ വളരെ കുറവാണ്. നോവലിൽ വേണേൽ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിൽ ഡയലോഗില്ല, വിഷ്വലിയാണ് നമ്മളെ കാണിക്കേണ്ടത്. ആ വിഷ്വലി കാണിക്കാനുള്ള സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സർവൈവലാ, മരുഭൂമിയിലൂടെ നടത്തം. 1.5 ദിവസത്തെ നടത്തം എന്നാണ് നജീബ് റിയൽ നജീബ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ നടത്തം നമ്മളെ ശരിക്കും നടക്കുന്നതായിട്ട് തന്നെ തോന്നിക്കും. അതായത് അല്ലാതെ ഒരു സൈഡില് ക്യാമറ വെച്ചിട്ട് മറ്റേ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുള്ള നടത്തമല്ല. ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗ് അതിൽ നടന്നിട്ടുണ്ട്. ഹോളിവുഡ് ഇതുപോലെ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം നമ്മുടെ ഇന്ത്യൻ ഭാഷകളൊന്നും ഇത്രയധികം ഒരു ട്രോമയുള്ള സാധനങ്ങളൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇതുണ്ടല്ലോ മറ്റേ ലാൻഡ്സ്കേപ്പുകൾ, മറ്റേ ടെറൈൻ എന്നല്ല പറയാൻ വന്നത്, മറ്റേ ഇത് മാറുന്നുണ്ട്. ഈ മൊത്തം മരുഭൂമിയാണെങ്കിലും ആ മരുഭൂമിയുടെ ഓരോ മരുഭൂമിയും വ്യത്യാസമാണ്. നമുക്ക് നടന്നു പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു മരുഭൂമി മനസ്സിലാവും. ഒരു മരുഭൂമിയിലാണെങ്കിൽ അങ്ങ് കയറ്റവും പൊക്കമാണെങ്കിൽ മറ്റേത് പരന്ന് കിടക്കുന്ന മരുഭൂമി, പിന്നെ ഇങ്ങനെ ഓളമുള്ളത് അങ്ങനെ പല പല ടെറൈനിൽ കൂടെ പല പല. എനിക്ക് തോന്നുന്ന വെള്ളം ഭാഗത്ത് എത്തുമ്പോഴാണ് ഒരു ചെറിയൊരു മാറ്റം, ഒരു VFX കളൊക്കെ എനിക്ക് തോന്നിയത്. വെള്ളം കാണുന്നിടത്തുണ്ടല്ലോ, നജീബും ഖാദിരിയും വെള്ളം കാണുന്ന സ്ഥലമുണ്ടല്ലോ, അത് മാത്രമുണ്ട് ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയത്. പക്ഷെ ആർട്ടിഫിഷ്യൽ തോന്നിയില്ല. പക്ഷെ അത് മറ്റേ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മിറാഷ് എന്ന് പറഞ്ഞ സാധനം, മരീചിക അതുണ്ട്. ചില റോഡുകളിൽ ചൂടായി കിടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നമ്മൾ പോകുമ്പോഴും ഫ്രണ്ടിൽ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നില്ല. അതെന്ന് വെച്ചാൽ ചൂട് കാറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ലെയർ ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ആവും, മോളത്തെ ആകാശം റിഫ്ലക്ട് ആകുമ്പോൾ നമുക്ക് തോന്നുന്നു. പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ, മിറാഷോ അതോ താഴത്തെ ക്ലാസ്സിലോ എപ്പോഴാണെന്ന് ഓർക്കുന്നില്ല. മിറാഷ് അല്ലെങ്കിൽ മരീചിക സാധനം പഠിച്ചിട്ടുണ്ട് നമുക്ക്. അത് സംഭവം തോന്നും നമുക്ക്. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലോ ഇവര്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ചൂടുള്ള സമയത്ത്, പിന്നെ അതുമല്ല അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഹക്കീം പയ്യൻ, ഗോകുൽ സുരേഷ്, ഗൂഗിൾ വേറെ എന്തോ ഗൂഗിൾ. എന്റെ ദൈവമേ, അവസാനം അവന്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. ആ വെള്ളം ചോദിച്ച് അവനെ ആ കാതിരി പിടിച്ച് ഇങ്ങനെ ചൂടാവുന്ന ഒരു സീനുണ്ട്. അവന്റെ പല്ലൊക്കെ പോകുന്ന ശ്രദ്ധിച്ചു. ഭയങ്കര ഒരു വയലന്റ് ആവുന്നത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഗംഭീര അഭിനയം നിൽക്കുന്നതുകൊണ്ട് ഇവരെല്ലാം താന്നു പോകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇവന്മാര് നല്ല അഭിനയമാണ്. പക്ഷെ നമ്മൾ പൃഥ്വിരാജിനെ പ്രതീക്ഷ പോകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ പൃഥ്വിരാജിന്റെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതുപോലെ സ്ക്രീൻ സ്പേസ് കൂടുതൽ പൃഥ്വിരാജിന്റെ കഥയാണ്, നജീബിന്റെ കഥയാണ് പറയുന്നത്. നമ്മൾ അതിലോട്ടാ കൂടുതൽ ഇവ ഒരു പതി കഴിയുമ്പോഴല്ലേ പിന്നെ തിരിച്ചു വരുന്നത്. അതൊരു നല്ല സീനായിരുന്നു. ആ പാട്ടും ആ കണക്ട് ആവുന്ന അവര് ആ പറയുന്ന ഡയലോഗ് നമുക്ക് ശരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നുണ്ട്. ശരിയാ. അത് ആ ഡബ് ചെയ്തേക്കുന്ന രീതി നല്ല രസമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് എനിക്കത് ക്ലിയർ ആയില്ല. അതായത് ഇതിനകത്തൂടെ ഗുഹയ്ക്കകത്തൂടെ കയറി ഇപ്പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ചുമ്മാ കണ്ടോണ്ട്. പാട്ട് കേട്ടോണ്ട, മലയാളം പാട്ട് കേട്ടോണ്ട്. അവൻ പാട്ട് പാടുന്നുണ്ടല്ലോ. ആര്? മറ്റേ അവിടെ ഇവിടെ ഇരുന്ന് ഹക്കീം അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ടല്ലോ. അവൻ ഈ ആടിനെ ഇതാക്കിക്കൊണ്ട് വന്നേക്കുമല്ലോ. അപ്പൊ അവൻ ആ ഭാഗത്ത് നിന്നിട്ട് പാട്ട് പാടുക അങ്ങനെ. അപ്പൊ അവന് ഇത് കേട്ടിട്ട് മലയാളം പെട്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് അങ്ങനെ
ഇത് കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ മീൻ അങ്ങനെ അവൻ ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോ അപ്പം ആരാന്ന് ചോദിക്കുന്ന മേ ബി എന്താ ഞാൻ ഇരുന്നത് ആക്ച്വലി അത് പക്ഷെ ഭയങ്കര വോളിയം കുറവായിരുന്നു. ടിക്കറ്റ് ഭയങ്കര എന്താ പറഞ്ഞ ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ അതാണ് ഈ ലാസ്റ്റ് ഈ 4:30 ഷോ കിട്ടിയത് വെച്ചാൽ ഞാന് ഹൗസ്ഫുള്ള് ആകെ 3 ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് 2 ടിക്കറ്റ് അടുപ്പിച്ച് കിട്ടി. അമ്മയും ഞാനും കൂടെ ആണ് പോയത്. അപ്പം അടുപ്പിച്ച് 2 ടിക്കറ്റ് കിട്ടിയപ്പം പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ലെഫ്റ്റ് സൈഡിൽ മൂലക്കായിരുന്നു, ബാക്കിലല്ല ഫ്രണ്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു എന്താ പറഞ്ഞ ഒരു ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു 4 വരിയും കൂടെ ഉണ്ടായിരുന്നു. ബാക്കി പുറയിലോട്ട് 7 വരി ഉണ്ടായിരുന്നു. അപ്പം അത്രയും ഫുള്ളായിരുന്നു. പക്ഷെ നല്ല മേ ബി ലെഫ്റ്റ് സൈഡിൽ ഇരുന്നോണ്ടായിരിക്കാം പാട്ടും മറ്റേ വോയിസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡ് മൂലയ്ക്ക് നിന്നായിരിക്കാം അവനങ്ങനെ ഷോട്ട് അങ്ങനെ മേ ബി അതുകൊണ്ടായിരിക്കും നമ്മുടെയിലേക്ക് എത്താഞ്ഞത്. സെന്ററിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കേട്ടാ ക്ലിയർ ആയിരുന്നു. യൂഷ്വലി ഞാൻ സെന്ററിലാണ് എടുക്കുന്നത്, പക്ഷെ ടിക്കറ്റ് കിട്ടാനില്ല. ഞാൻ വ്യാഴാഴ്ച ടിക്കറ്റ് നോക്കിയില്ല. ഞാൻ വെള്ളിയാഴ്ച നോക്കിയപ്പോഴത്തേക്ക് വെള്ളിയാഴ്ച കംപ്ലീറ്റ് ഫുള്ള്, വ്യാഴാഴ്ച നൈറ്റ് നോക്കി, വെള്ളിയാഴ്ച ഫുള്ള്, ശനിയാഴ്ച ഫുള്ള്, പിന്നെ ഞായറാഴ്ച ഫുള്ള്. എങ്ങനെ അടിക്കായിരിക്കും ഫുള്ള്. ഇപ്പൊ ഞാൻ പോയ തിയേറ്റർ തന്നെ 1000-500 പേരെങ്കിലും മിനിമം ഇരിക്കുന്ന തോന്നുന്നത്. അത് ഹൗസ്ഫുള്ളാ, കംപ്ലീറ്റ് ഹൗസ്ഫുള്ളാ. അപ്പൊ പിന്നെ വലിയ തിയേറ്റർ. ബുക്ക് വായിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് ഖാദിരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇവരെ പുള്ളിയാണല്ലോ ആഫ്രിക്കക്കാരനാണ്, ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് എത്തുമ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോൾ പുള്ളി പിന്നെ കാണുന്നില്ല. അങ്ങനെ തന്നെയായിരുന്നു ബുക്കിലും. അങ്ങനെ അതെ പുള്ളിയെ ശരിക്കും ഒരു മിസ്റ്ററി ആയിട്ടാണ് ബുക്കിലും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി ഒരു മിസ്റ്ററി തന്നെ ആയിട്ടാണ് ബുക്കിലും ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് പുള്ളി ഖാദ്രിയാണോ അതോ ശരിക്കും ദൈവം നമുക്ക് വഴികാട്ടിയായിട്ട് വന്നതാണോ എന്നുള്ള ഒരു പോയിന്റിലാണ് പ്രേക്ഷകർക്ക് വിട്ടോട്ടാണ് പല കാര്യങ്ങളും ബുക്കിൽ അവസാനിച്ചിരിക്കുന്നത്. സിനിമയിലെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് കാണിച്ചു ഈ പുള്ളിക്കാരനെ വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ പോലീസ് ആ ഒരു അത് അതിനകത്ത് പറയുന്നുണ്ടെന്നോ കുറ്റവാളി അങ്ങനെ എന്തോ ഒരു സംഭവം ബുക്കിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജീബ്, നമുക്കൊരു സംശയം തോന്നും ബുക്ക് വായിച്ചു കഴിയുമ്പോൾ. അതായത് നജീബ് തന്നെ ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടുത്തെ താഴെ ഇവിടുന്ന് കയറ്റി വിട്ടില്ല ആള്, പുള്ളിക്കാരൻ ചതിച്ചാണോ? അതിനൊരു കൺക്ലൂഷൻ എന്തായാലും പറയുന്നുണ്ട്, അത് സിനിമയിൽ പറയുന്നുണ്ട്, പക്ഷെ ബുക്കിലില്ല. ബുക്കില് പുള്ളിക്കാരനെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഇതെല്ലാം പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 വർഷം മുമ്പ് വായിച്ച സംഭവമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് പുള്ളി തന്നെ ആണോ എന്നെ മാറ്റി എടുത്തോണ്ട് പോയത്, എന്നെ തട്ടിക്കൊണ്ട് പോയതാണോ, അതോ ഈ കയറ്റി വിട്ട ആൾ ചതിച്ചാണോ? അയാൾ വന്ന് പറയുന്നുണ്ട് പുള്ളിയെടുത്ത് നജീബിന്റെ അടുത്ത് വന്ന് കാലു പിടിച്ച് പറയുന്നുണ്ട്. പുള്ളി അങ്ങാണ്ട് വിഷമിച്ച് വന്ന് പറയുന്നതായിട്ട് അങ്ങാണ്ട് ബുക്കിനകത്തുണ്ട്. ഞാൻ ചതിച്ചതല്ല, ഞാൻ കറക്റ്റായിട്ട് ആളെ വന്ന് വേറെ ആളുടെ കൂട്ടത്തിലാണ് നീ കയറിപ്പോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് അതാണോ ഇതാണോ എന്ന് അറിയത്തില്ല, ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം, അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് ബുക്ക് അവസാനിപ്പിക്കുന്നത്. ഈ ഖാദ്രിയുടെ ക്യാരക്ടർ മിസ്റ്ററി പോലെ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചത്. സിനിമയിലെ പോലെ തന്നെ ഒരു മിസ്റ്ററി ആയിട്ട് വെച്ചേക്കുക പുള്ളി. അത് തുടക്കത്തിൽ തന്നെ എനിക്കൊന്ന് അതും ഇതിനകത്ത് അത് മൂവിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഖാദ്രി ആദ്യമേ കാണിക്കുന്ന സീനുണ്ട്. പുള്ളി ഫ്രണ്ടിൽ ബാക്കിൽ നിന്നുള്ളൊരു ഷോട്ടാണ്. ആ ഷോട്ടിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്ത ഒരു BGM, ഒരു ദൈവികമായിട്ടുള്ള ഒരു BGM എന്നാണ് അതെനിക്ക് അപ്പോഴേ തോന്നി. ഈ ഖാദ്രിയുടെ ഇത് പറയുമ്പോൾ നമ്മളൊരു മൊമെന്റിൽ എത്തുമ്പോൾ നമുക്കറിയാം ഇനി എന്തായാലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് സമയമായി. നോക്കുമ്പോഴത്തേക്ക് ഒരു ദൈവദൂതനെ പോലെ കാണിച്ചിരിക്കുന്നു, നമുക്ക് മനസ്സിലായി. കഥ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണക്ട് ആവും. പിന്നെ വിഷ്വലി നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് അതെ വിഷ്വലി നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നുവെച്ചാൽ അമ്മയൊക്കെ ഫസ്റ്റ് ഞാൻ ആദ്യമേ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ കിടന്ന് കരഞ്ഞ ദൈവം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കരച്ചിൽ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മയായിരിക്കാണ് അമ്മയെടുത്ത് ചെയ്ത് ഞാൻ മാക്സിമം ഒക്കെ പിടിച്ചിട്ട് നോക്കി, പക്ഷെ രക്ഷയില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ കരച്ചിൽ തുടങ്ങിയിട്ട് ഞാൻ വായിച്ചവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്നല്ലേ. എനിക്ക് അധികം കരച്ചിലൊന്നും വന്നില്ല. എനിക്ക് ഇമോഷണലി നമ്മൾ ഓൾറെഡി കണക്ട് ആണ്. ഈ കഥ എനിക്കൊന്നും അറിയാവുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കരച്ചിൽ വന്നില്ല. വിഷമം വന്ന് വിഷമം വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്ന് ഏതോ ഒരു പോയിന്റിൽ ഏറ്റവും ക്ലൈമാക്സിൽ രക്ഷപ്പെട്ട് കഴിയുമ്പോഴോ അതിന് മുമ്പോ പൃഥ്വിരാജ് ഫോണ് വിളിക്കുമ്പോഴാണ് പൃഥ്വിരാജ് കരയുന്നൊരു സീൻ. അത്
അത് ഭയങ്കരമായിട്ട് എന്നെ നല്ല അത് ഇമ്പാക്ട്. തന്നെ ആ ക്ലൈമാക്സ് എത്തുമ്പം ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പേര് ചോദിക്കത്തില്ല, അറബിയിൽ പേര് വയ്ക്കും, പേര് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് നജീബ് എന്ന് പറയുന്നതിന്റെ സംസാരിക്കാതിരുന്നിരുന്നു ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ ഇത് ചില പടങ്ങൾ ഇറങ്ങുമല്ലോ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ വിട്ടു പോകത്തില്ല എന്ന് പറയത്തില്ല. കുറച്ച് നാളത്തേക്ക് നമുക്ക് നജീബും ആടുജീവിതം തന്നെ ഇങ്ങനെ നോവൽ വായിച്ച കണക്ക് തന്നെ. ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ സിനിമയ്ക്ക് പോകുന്ന കാര്യം ഞാനിങ്ങനെ പറഞ്ഞു, ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എടുത്ത് പറഞ്ഞു. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാണ് എന്താ പറയുക, അവർ 2 ദിവസം 3 ദിവസം മുമ്പ് പോയി കണ്ടു. ഇപ്പോഴും അവർ ഭയങ്കര പാഷനേറ്റ് ഐ മീൻ ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത് നജീബിനെ കുറിച്ച്. ബുക്ക് വായിച്ചിട്ടില്ല, ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ പോയിട്ട് ഇത്രയും അനുഭവിച്ചല്ലോ. അവരും പറയുന്ന അങ്ങനെ അധികം അങ്ങനെ സിനിമ കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി. പക്ഷെ പുള്ളിക്കാരി ഈ എന്താ പറയുക ഇന്റർവ്യൂവും അതും ഇതുമെല്ലാം കണ്ടിട്ട് അങ്ങനെ പോയി കണ്ടത്. എന്നിട്ടും പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ 2 ദിവസമായിട്ട് ആ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ ഒരു വിഷമമായിട്ട് തന്നെ പുള്ളി ഇത്ര അനുഭവിച്ചല്ലോ എന്നാ പടം ഇറങ്ങിക്കിട്ട് വീട്ടിൽ ഇരുന്നപ്പോഴും ആലോചിക്കുന്നത് ഒരാൾ അനുഭവിച്ച കഥയാണല്ലോ ഈ പറഞ്ഞെന്നുള്ളതാണ് ഇത് പറയുന്നത്. നല്ലോണം ഇമോഷണലി ചിലരൊക്കെ നല്ലോണം കാണുന്നത്. അമ്മയൊക്കെ അവസാനമൊക്കെ ഭയങ്കര ബ്ലസ്സി പടങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു ബ്ലസ്സി പടങ്ങളിൽ ഒരു ഏറ്റവും മുന്നിൽ നിർത്തേണ്ട ഒരു പടമായിരിക്കാം ആടുജീവിതം. പുതിയ ടെക്നോളജിയിൽ ഇത്രയും വൃത്തിയായിട്ട് എടുത്തേക്കുന്നത്. സ്റ്റോറി ടെല്ലിംഗ് ബ്ലസ്സി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പല സിനിമകളിലൂടെ. അദ്ദേഹത്തിന്റെ 9ഓളം സിനിമകളിലൂടെ നമ്മളെ ഞെട്ടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് ഒരു ലെവലാണ്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബ്ലസ്സിന്റെ. എനിക്ക് തോന്നുന്നു ഇനി ബ്ലസ്സിയുടെ ഇനി പടങ്ങൾ ആവശ്യം പോലെ വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളി ഇപ്പം കരിയർ അവസാനിപ്പിക്കുന്ന കരിയറിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സിനിമകളാണ് ഇത്രയും നാൾ പുള്ളി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല കൊമേഴ്ഷ്യലാണോ ആണ്. അതേസമയം നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത് അത്രയും ബോണ്ടിങ് വരുത്തുന്ന സാധനമാണ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര സംഭവം. അതൊരു പക്ക ഒരു ക്രാഫ്റ്റ്മാന്റെ ഒരു ഇതുണ്ട്. പത്മരാജനല്ലേ ഗുരു. അപ്പൊ പത്മരാജന്റെ ഫിലിമുകൾ നമ്മൾ ഇപ്പോഴും ആർത്തിയോടെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ ഗന്ധർവനൊക്കെ ബ്രില്യൻ മേക്കിംഗ് അന്നത്തെ കാലം. പുള്ളി ഇപ്പൊ ജീവിച്ചിരുന്ന എന്തുവായിരുന്നു. അത് ആ ഒരു ഇതാണ്. ആർട്ടും അത്യാവശ്യം നല്ല ഇതായിരുന്നു. വീട്, ഇവിടുത്തെ നാട്ടിലെ വീട് കാര്യങ്ങളെല്ലാം അതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തത്. വീടും പക്ഷെ ഒത്തിരി എനിക്ക് തോന്നുന്നില്ല വൈഡ് ആംഗിളിൽ ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാം ക്ലോസപ്പിലെ വീടിന്റെ ആണെങ്കിലും അധികം കാണിക്കുന്നില്ലല്ലോ. മറ്റേ എന്താ പറയുക ചായ്പോ അടുക്കള അത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഉത്സവത്തിന്റെ കാളകെട്ട് അത് എനിക്കൊന്നും അത് തുടക്ക സമയത്ത് അതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ അതേതോ ഇന്റർവ്യൂല് പൃഥ്വിരാജ് പറഞ്ഞത് നമ്മൾ ആ ട്രെയിനിന്റെ അകത്ത് കയറിയുള്ള ജേണിയുടെ കാര്യം അമലപ്പോൾ എന്തോ പറഞ്ഞ സമയത്ത് പൃഥ്വിരാജ് പറയുന്നുണ്ട് അതൊക്കെ എന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാ 2018 മറ്റോ 19 കഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷം കോവിഡ് വന്ന് സ്റ്റക്കായി. പിന്നെ എന്താ പറയുക ഈ ആർട്ടിന്റെ കാര്യം പറയണമെങ്കിൽ ഈ മെസ്സറാന്നല്ലേ പറഞ്ഞത്, മെസ്സറ എന്ന് പറയുന്ന സ്ഥലം ഈ ടെന്റ് അടിച്ചിട്ടുള്ള അത് സെറ്റപ്പും. പിന്നെ ഈ ആർട്ട് എന്താണെങ്കിലും ലൊക്കേഷൻ കണ്ടുപിടിക്കണമല്ലോ. ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഞാൻ ആലോചിച്ചു. ഇത്ര കൃത്യമായിട്ട് കിട്ടിലുമായിട്ടുള്ള സ്ഥലങ്ങള്, ടെന്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ കല്ല് ഒരു സെർച്ച് ചെയ്ത് നടത്തി കാണും. ഇവര് ജോർദാനിലൊക്കെ പോയി എനിക്ക് അത് ആ കറക്റ്റ് ബ്ലസ്സി ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത സംവിധാനമാണെന്ന് പുള്ളി തന്നെ എല്ലാവരും പറഞ്ഞു. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. സിനിമാറ്റോഗ്രാഫറിന്റെ കണ്ടോ ഞാൻ ഒരു ഇന്റർവ്യൂ കേട്ടിരുന്നു. അപ്പം പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞാണ് ഇവര് വെളിയിൽ പോയിട്ട് 3 ദിവസം സ്റ്റക്കായി പോയി. അതായത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉറപ്പൊന്നുമില്ല. 3 ദിവസം കൂടെ കണ്ട ഫ്ലൈറ്റ് ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞ് അത്രയ്ക്ക് പ്രശ്നമുള്ള സ്ഥലം. ആഴ്ച 3 പ്രാവശ്യം കണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പം അവിടെ ചെന്നിട്ട് ലൊക്കേഷൻ സെർച്ചിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയിട്ട് അവരവിടെ 3 ദിവസം എയർപോർട്ടിൽ തന്നെ അവർ നിന്നു. അതായത് രാത്രി ഹോട്ടലിൽ പോവും, രാവിലെ എനിക്ക് ഇവിടെ വരും, ഫ്ലൈറ്റ് ഇല്ലെന്നോ രാത്രിയാകുമ്പോൾ പറയും പോവും, തിരിച്ചു പോകും. അങ്ങനെ 3 ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ തീരുമാനിച്ചു വണ്ടി എടുത്ത് പോവാം. അങ്ങനെ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിച്ച് വണ്ടി എടുത്ത് ഇവർ പോയി 18 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരിടത്ത് ചെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനും എങ്ങനെ വന്നു ഈ രാത്രിയിൽ, ഇത് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഉള്ള സ്ഥലമാണ്, കിഡ്നാപ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്, നിങ്ങൾ എങ്ങനെ വന്നു? അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇവിടെ പോയത്. പിന്നെ അതിനുശേഷം അവർക്ക് ഈ റാലിയൊക്കെ നടത്തുന്ന ഒരാളുടെ
വണ്ടി. അയാളുമായിട്ട് കോണ്ടാക്ട് കിട്ടി. അങ്ങനെ അയാളുടെ ഇതിലാണ്, അയാളുടെ ഓർമ്മയിലാണ് മറ്റേ ഈ ഇതുണ്ടല്ലോ, മറ്റേ മരുഭൂമിയുടെ നടുക്ക് ഒരു മരം നിൽക്കുന്ന വെള്ളം കെട്ടിക്കിട ആ ഒരു സ്ഥലം കിട്ടിയത് പുള്ളിയുടെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറിജിനല്ല. അങ്ങനെ പോയി പുള്ളിക്കാരൻ പോകുന്ന വഴിക്ക് വണ്ടി കേടായിപ്പോയി. അപ്പം GPS ഇല്ല, സാറ്റലൈറ്റ് മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെ സ്റ്റക്ക് ആയിപ്പോയത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോഴാണ് നജീബിന്റെ യഥാർത്ഥ സ്ട്രഗിൾ മനസ്സിലായത്. പിന്നെ റാലി ആണല്ലോ, റാലി ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളിക്കാരനെ തന്നെ നന്നാക്കാൻ അറിയാം. അപ്പൊ അങ്ങനെ പുള്ളി തന്നെ നന്നാക്കി അങ്ങനെയാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഇവരും കുറെ സ്ട്രഗിളിൽ പെട്ടു. അടിപൊളിയായിട്ടെല്ലാം എന്തായാലും നല്ല പടം. ബുക്കിൽ എനിക്ക് തോന്നുന്നു, ബുക്കിൽ ഈ ആടുകളും ഒട്ടകങ്ങളും ഒക്കെ എത്ര ഉണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. ഒരു ലാർജർ ഉണ്ട്, എന്നാലും ഭീകരമായിട്ട് ആടുകളെയും ഒട്ടകത്തെയും ഒന്നും കാണിക്കുന്നില്ല. ഒട്ടകമൊക്കെ 2-3 നജീബ് തന്നെ നടത്തിക്കൊണ്ട് വന്നത് ഒരു 4 ഉള്ളൂ, ആട് ഒരു കൂട്ടേ ഉള്ളൂ. അതിൽ ഭയങ്കരമായിട്ട് പറയുന്നുള്ളൂ ഒത്തിരി 300-200 അങ്ങനെ ഉണ്ട് ആടങ്ങളുണ്ടോ? അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, എണ്ണം പറയുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറവല്ലാത്ത തരത്തിലുള്ള ആളുകളാണ് അറക്കാൻ പോകുന്നതും കൊണ്ടുപോകുന്നതും. മെയിനായിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് അതിനകത്ത് ആണ് തോന്നുന്നു ഈ ആടുകൾ ചത്ത് കിടക്കും. അപ്പം അതിന്റെ ഇടയ്ക്ക് ആരോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, അങ്ങനെ എന്തോ ഉണ്ടല്ലേ. വേറെ ഈ എനിക്ക് തോന്നുന്നു ആ ഹിന്ദിക്കാരുണ്ടല്ലോ, വരുമ്പോൾ തന്നെ ഒരു ജോലിക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടർ ഓൾറെഡി ഉണ്ട് അതിനകത്തുണ്ടെന്നാണ്. അയാളെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ വെടിവെച്ചിടുകയോ അയാളെയോ അങ്ങനെ എന്തോ, നജീബിനെ ഓടുമ്പോൾ വെടിവെക്കുമല്ലോ, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് ബുക്കിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നജീബ് രാത്രി വെടിവെച്ച കേക്ക് അങ്ങനെ ചെയ്യും, പിറ്റേന്ന് പിന്നെ അങ്ങോട്ട് ചെന്ന് നോക്കാൻ പുള്ളി മരിച്ചു, അങ്ങനെ എന്തോ കുഴിച്ചിടുകയോ അങ്ങനെ എന്തോ ഒരു. ഇതിനകത്ത് പിന്നെ അങ്ങനെ കാണിക്കുന്നില്ല, ഒരു സുപ്രഭാതത്തില് അങ്ങനെ എന്തോ എന്തോ. പക്ഷെ ആ കഴുകൻ സീനുകളൊന്നും ഒറിജിനൽ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു അവര്. ബുക്കിനകത്തൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്, ഒറിജിനലി അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചത് ഈ ഡെഡ് ബോഡി സമയം എടുക്കുമല്ലോ, ഐ മീൻ മഞ്ഞിലാണെങ്കിലല്ലേ സമയം എടുക്കുന്നത്, ഇത് പെട്ടെന്ന് കത്തിക്കരിഞ്ഞ് പോവല്ലോ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട് അഴുകാൻ സമയം എടുക്കുമെന്ന്, ഈ മരുഭൂമിയിൽ അഴുകാൻ സമയം. പിന്നെ ഇവര് ഓടുന്ന സമയത്ത് ഒട്ടം കിടക്കുന്നുണ്ടല്ലേ, അപ്പൊ അവര് അഴുകാൻ ഇട്ടേക്കുവാന്ന് അങ്ങനെ അപ്പോഴാണ് പറയുന്നത് അഴുകാൻ സമയം എടുക്കും. മരുഭൂമി ആയതുകൊണ്ട് അതിനകത്ത് ചിലപ്പം ഈ ജെംസ് ഒക്കെ വർക്കാവാനായിട്ട് സമയം എടുക്കുമായിരിക്കും. വെയിലടിച്ചിരിക്കല്ലേ, ബാക്ടീരിയ ഇവിടെ ഈ ചൂടത്ത് വെടുക്കത്തെ ചൂടായി. പക്ഷെ അഭിനയ ഡെഡിക്കേഷനാണ്. ക്യാരക്ടറായിട്ട് മാറിയ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പറയാം, പക്ഷെ ക്യാരക്ടറായിട്ട് മാറിയതിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് അന്യായമാണല്ലേ. സൂപ്പറായിട്ട് കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാം പക്ക കാസ്റ്റിംഗ്. പ്രത്യേകിച്ച് കൂടുതലില്ല, അറബി ആണെങ്കിലും നല്ല കിടുകായിട്ട് ചെയ്തു. പിന്നെ ബുക്കിനകത്ത് എനിക്ക് തോന്നുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്, വെളിയിൽ നിന്ന് ഈ വെള്ളം കൊണ്ടുവരുന്ന ഒരാളെ കാണിക്കുന്നു, ഹിന്ദിക്കാരൻ. അതേപോലെ പുല്ല് കൊണ്ടുവരുന്ന ആളോ അങ്ങനെ എന്തോ ഒരു അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെ എന്തോ ഒരു സംഭവം ആരോ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അയാൾക്ക് കത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അതല്ല. ഇത് അങ്ങനത്തെ പറയുന്നില്ല, അയാളോട് സംസാരിക്കുമ്പോൾ ഒരു അടിപിടി ഉണ്ടാവുന്നു, അത് കാണിക്കുന്നുണ്ട്. പുല്ലൊക്കെ കൊണ്ടുവരുന്ന ഒരു സീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, അവർ രക്ഷപ്പെടാൻ പോകുന്നതിന് മുമ്പ് പുല്ല് കൊണ്ടുവരുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് പുല്ലൊക്കെ എവിടുന്ന് കൊണ്ടുവരും, എല്ലാം പൈസ കൊടുത്ത് മേടിക്കും, വെള്ളം എല്ലാം പൈസ കൊടുത്ത് മേടിക്കുകയാണ്. ആദ്യത്തെ ആ സീൻ തന്നെ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി. ആ വെളിക്കിറങ്ങാൻ പോയപ്പോ ചവിട്ടി മണലെടുത്തു, ഇവിടെ എല്ലാം മണലാണ്. അത് ചില തമിഴ് യൂട്യൂബ് ചാനലിലൊക്കെ ഇതിനെ ഇങ്ങനെ പറയുന്നുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പുള്ളി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് റിയൽ ലൈഫ് കഥയാണെന്ന്, ട്രൂ സ്റ്റോറി, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരാൾ ജീവിച്ചു തീർത്ത ഒരു ജീവിതമാണ് ഇവിടെ സിനിമയാക്കിയിരിക്കുന്നത്. അതിനകത്ത് പുള്ളി ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ലോജിക്കാണ്, ആളെന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലത്തേക്ക്. പുള്ളി ചോദിക്കുന്നത് ഇതെന്ത് ലോജിക്കാണ്, എന്താ പറയുന്നത്, ഈ മരുഭൂമിയിൽ എവിടെയാണ് ആണിനെ തീറ്റിക്കാൻ കൊണ്ടുപോകുന്നത്, മേയാൻ കൊണ്ടുപോകുന്നത് എന്തിനാണ്? എല്ലാ സാധനങ്ങളും മേടിക്കുകയാണ്. ഈ ആടിനെ കൊണ്ടുപോകുന്നത് തന്നെ എന്താ പറയുക, അതിന് അസുഖങ്ങളൊന്നും വരാതെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇറച്ചിക്കും പാലിനും വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാം, അതിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. അല്ലാതെ പുല്ല് തിന്നാനോ അങ്ങനെയൊന്നും അല്ല.
ആക്ച്വലി. പിന്നെ വേറെ എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷെ മേയ്ക്കാൻ പോകുന്നത് പുല്ല് തിന്നാനല്ല. ആ പുള്ളി ചോദിക്കുന്നത് ഇതെന്തൊരു ലോജിക്കാണ്. അല്ല അയാൾ തന്നെ തമിഴ് സിനിമയെ വെക്കുന്നുണ്ട് പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും സർവൈവൽ ത്രില്ലർ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്താ വേറെ ഇതുണ്ട്, ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്, അത് ജസ്റ്റ് ഷെയർ ചെയ്യണം തോന്നുന്നു. പുള്ളി ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ എന്താ പറയുക മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു വലിയ ഇമ്പാക്ട് തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു അവരുടെ സിനിമകൾക്ക്. പ്രത്യേകിച്ച് തമിഴ് സിനിമകൾ വളരെ കുറവായിരുന്നു ആ ടൈമിൽ. മഞ്ഞുമൽ ബോയ്സ് ഇത്രയും കളക്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോഴേ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ആടുജീവിതം കൂടെ കയറി ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തമിഴ്നാട്ടിൽ റെസ്ട്രിക്ഷൻസ്, ഇത്ര സ്ക്രീനെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ വരും. അതേസമയം കേരളത്തിൽ 300, 350, 600 സ്ക്രീനിലാണ് തമിഴ് സിനിമകൾ റിലീസ്. പണ്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമകൾ പണ്ട് തെലുങ്കില് ഏകലവ്യനൊക്കെ ഒഴിമാറ്റി നമ്മുടെ അല്ലു അർജുന്റെ ഇവിടെ വന്ന സമയത്ത് അന്നങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര തരംഗമായിരുന്നു സുരേഷ് ഗോപി. അത് തരംഗം കൂടിയ സമയത്ത് അവിടെ റെസ്ട്രിക്ഷൻസ് വെച്ച് അതുകൊണ്ട് ആ സുരേഷ് ഗോപി പടങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാനില്ല, ഇവിടെയും കുറഞ്ഞു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ട് വെച്ചിരുന്നു. അതുപോലത്തെ സംഭവം അതിപ്പം എല്ലായിടത്തും വരും. പക്ഷെ നമ്മളെ ഉള്ളൂ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാരും പടം വന്ന് ക്യാഷ് പോരട്ടെ. വിജയുടെ ഒക്കെ പടം വന്ന് 100, 400 തിയേറ്ററിൽ ചുമ്മാ കൊടുക്കുക. അതെ ആ സമയത്ത് നല്ല പടങ്ങൾ എത്ര എണ്ണം മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ മലയാള പടങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാര്യമൊന്നുമില്ല, എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ ഗംഭീര സിനിമകൾ വരും. ഇതുപോലെ തന്നെ കളക്ഷൻ നേടാം, എല്ലായിടത്തും നേടാം. അതെ, ഇപ്പൊ ഭാഷയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സ് ഡബ് പോലും ചെയ്തില്ല. തമിഴ്നാട്ടിൽ ഇത്ര നേടിയത് ഒറിജിനൽ മലയാളം പടം വെച്ചു. ഡബ് പോലും ചെയ്തിട്ടില്ല. പിന്നെ പ്രേമലു തെലുങ്കിൽ പിന്നെ ഡബ് ചെയ്യേണ്ടി വരുമല്ലോ. മലയാളം നമ്മള് ഒരു പടവും ഡബ് ചെയ്യാതാന്നല്ല കാണുന്നത്. ഓൾറെഡി തമിഴ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഹിന്ദി തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ തെലുങ്ക് കന്നഡ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിലെ എന്റെ പല ഫ്രണ്ട്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാരെല്ലാം തമിഴ് വെർഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴ് വെർഷൻ വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ലാതെ ഒറിജിനൽ വെർഷൻ കാണത്തില്ല. ഈവൻ ഇംഗ്ലീഷ് സിനിമകളാണെങ്കിൽ തന്നെ തമിഴ് വെർഷൻ ഇല്ലെന്നല്ല, ഒരു 90% ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10% ഞാൻ കാണുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ കേരളത്തിൽ 50%. ആ ഇപ്പൊ തെലുങ്ക് പടം അല്ലെങ്കിൽ തമിഴ് പടം ആണെങ്കിൽ തെലുങ്ക് എനിക്കറിയത്തില്ല, തമിഴ് പടം, ഇംഗ്ലീഷ് സിനിമ, ഹിന്ദി, ഇതെല്ലാം ഒറിജിനൽ ലാംഗ്വേജ് തന്നെ. തെലുങ്ക് ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ തുടങ്ങി കാണുമായിരിക്കും. എനിക്ക് തമിഴുകാർ കാണുമായിരിക്കും അല്ലേ? തമിഴുകാർ എനിക്ക് തോന്നുന്നു തെലുങ്കും. എനിക്ക് കൂടുതൽ തെലുങ്ക് പടങ്ങൾ തമിഴ് ഡബ് ചെയ്ത് കാണാനായിരിക്കും. ഡബിങ് ഭയങ്കര രസമാണ്. തമിഴ് ഡബിങ് അടിപൊളിയാണ്. ഇമ്പാക്ട് തമിഴ് ഹിന്ദി ഡബിങ് സൂപ്പർ ആയിരിക്കും. മലയാളം വരുമ്പോഴത്തേക്ക് കച്ചറായിക്കളെ. അത് ലാംഗ്വേജിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മളെ അല്ലു അർജുന്റെ ശബ്ദം നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് മലയാളത്തിൽ കാണാൻ ശബ്ദം. പിന്നെ അതല്ല, അപ്പം ഈ ആടുജീവിതവും ഓൾറെഡി ഡബ് ചെയ്തിട്ടായിരിക്കും അല്ലേ തമിഴില്. പിന്നെ ഡയലോഗ് ഭാഷയ്ക്ക് വലിയ ഇതിനകത്ത് ഡയലോഗ് വളരെ കുറവാണ്. ഫസ്റ്റ് ഹാഫിലേ ഉള്ള എനിക്ക് തോന്നുന്നു ഡയലോഗ് ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് എൻഡിങ് വരെ ശരിക്കും പിന്നലും കരച്ചിലുണ്ടായി. സെക്കൻഡ് ഹാഫ് ഒരു തുടക്കം, പിന്നെ സർവൈവൽ ഓട്ടമല്ലേ. അപ്പം നമുക്ക് ഒരു ഇതില്ല, പ്രശ്നമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവസാനം എത്തുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് അവസാനം രക്ഷിച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്കൊരു ഭയങ്കര നല്ല ഇമ്പാക്ട്, അത് നല്ലപോലെ കാണിച്ചു. അത് അതെ, നല്ല വൃത്തിയായിട്ട് ആ മരിക്കണ സീനും ഒക്കെ ഗംഭീരമായിരുന്നു. അതിന് ഇതിന് മുമ്പ് അങ്ങനെ ഒരു ഇമ്പാക്ട് വന്നൊരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ, എനിക്ക് ഓർമ്മയുള്ളത് ഏതൊരു പടത്തിന് FIR-നകത്താണോ ക്രൈം ഫയലിനാണോ തോന്നുന്നു. അതിനകത്ത് മണി പോലീസുകാരനായിട്ടുള്ള വണ്ടിയുടെ പുറയെന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ പെടഞ്ഞു വരിക്കുന്ന ഒരു സീനുണ്ട്. അയ്യോ, അത് അന്യായം, ചോരയൊക്കെ തുപ്പി മൃഗങ്ങൾക്ക് ഇത് പറ്റുമ്പോ പടയുന്ന കണക്കാര് പടങ്ങി. അതേപോലെ അതേപോലെ ഒരു പെടഞ്ഞിലൂടെ അതിങ്ങനെ പൊളയുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. രക്തം ശ്രദ്ധിക്കുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തു. പയ്യൻ നല്ലോണം അഭിനയിച്ചു, അടിപൊളിയായിട്ട് അഭിനയിച്ചു. ആ സീനൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മണ്ണ് വാരി കഴിക്കുന്ന സീൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സംഭവം ബുക്കിലുണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഖാദരി എന്ന് പറഞ്ഞ ആള് തന്നെ അതിന്റെ കോ പ്രൊഡ്യൂസറിൽ ഒരാള്. അതെ, ഈ സിനിമയുടെ അഭിനയിച്ച ബ്ലസ്സിയും വേറെ ടീമുകളിലാണ്. ഇങ്ങനെ പേര് അതിനകത്തുണ്ട് കോ പ്രൊഡ്യൂസറിനകത്ത്. പുള്ളി അവിടുത്തെ ഏതോ ഒരു വലിയ പ്രൊഡ്യൂസറും നടനും ഒക്കെയാ. എവിടുത്തെ ഏത് സ്ഥലം അറിയത്തില്ല. അവിടെ ഇതുണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ആക്ടർ പ്രൊഡ്യൂസർ. മേ ബി ആ കോണ്ടാക്ട് ഒക്കെ വെച്ച് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓസ്കാറിന് കൊണ്ടുപോകും.
കൊണ്ടുപോകാം. ഓസ്കാർ ഇതുപോലത്തെ പടങ്ങൾ അയക്കണമെന്നേ. ഓസ്കാർ ഗോസ്റ്റു എന്ന് പറയുന്ന പടം കണ്ടായിരുന്നു ടോവിനോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ റിയൽ സ്ട്രഗിൾ. ഓസ്കാറിലേക്ക് കോടികൾ വേണം. എല്ലാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാർ ചുമ്മാ അയച്ചു കൊടുത്താൽ ലോക സിനിമയിൽ നിന്നുള്ള എൻട്രീസ് എല്ലാം വരുന്നുണ്ട്. എത്ര ഘട്ടങ്ങൾ കടന്നറിയാം അവിടെ എത്താൻ വേണ്ടി. ഫസ്റ്റിൽ എന്തോ ഒരു സ്ക്രീനിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം സ്ക്രീൻ ചെയ്യും, പിന്നെ അങ്ങ് പോകും. അവിടുന്ന് പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാ ഓരോ കാറ്റഗറി വൈസ് പോകുകയും. അതുമല്ല എന്തോ അവിടെ സ്ക്രീൻ വേണം, സ്ക്രീൻ ചെയ്യണം. അതായത് കിട്ടാനൊരു പ്രയാസം. ഇതിന്റെ ഒരു കുറെ എന്റെ അറിവില് കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ മാർക്ക് ഇടുന്ന പോയിന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം സിനിമ കണ്ടാലല്ലേ പോയിന്റ് ഇടാൻ പറ്റണം. അപ്പൊ ഇവർക്ക് വേണ്ടി സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യണം, അതായത് പ്രൊഡ്യൂസർ. എന്നിട്ട് ആ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് അവര് വന്ന് കാണണം. അപ്പൊ അവരെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ അത് പാർട്ടി പോലെ നടക്കുന്നത്. അവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ജൂറികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്തോ, അതെന്ന് വെച്ചാൽ ചില്ലറ ആൾക്കാരല്ല, കുറെ പേരുണ്ട്. അപ്പൊ അതിന് 3, 4, 5 ഒക്കെ കുറെ ദിവസങ്ങൾ സ്ക്രീൻ ചെയ്യേണ്ടി വരും. അത് ആ സ്ട്രഗിൾ, റിയൽ സ്ട്രഗിൾ. ആക്ച്വലി ഓസ്കാർ അത് ഫെയിലിയർ പടമാണ്, പക്ഷെ ഫിനാൻഷ്യലി അത് ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴും ഒരു ഐഡിയ കിട്ടും ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. 2000 കുറെ ഇറക്കി കാണുമല്ലോ പൈസ ഓസ്കാറിന് എല്ലാം വേണ്ടിട്ട്. പകുതി അങ്ങ് എത്തിയില്ലല്ലോ, അതിന് മുമ്പേ പോയല്ലേ. അത് ഈ ആൾക്കാർ കാണണം, ആൾക്കാർ കണ്ടിട്ടേ കാര്യമുള്ളൂ. ചില പടങ്ങൾ ഹൈപ്പിൽ വരും, ആൾക്കാരെല്ലാം ഓടിപ്പോയി. ഇപ്പൊ മലയാളം ഫിലിം ഫെസ്റ്റിവലിനകത്ത് ഒരു എന്താ പറയുന്നത് LJPയുടെ പടം ഉണ്ടെങ്കിൽ എല്ലാവരും ഓടി അതിനകത്തല്ല കയറത്തുള്ളൂ. ബാക്കിയുള്ള പടങ്ങൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, പേരിട്ടൊരു ഡയറക്ടർ ഒരു പടം കൊണ്ടുവരുമ്പോൾ അതിനെ ഓടിക്കയറത്തുള്ളൂ. നല്ല കുറെ പടങ്ങൾ ഇതിനകത്ത് മുങ്ങി പോകുന്നുണ്ട്, ചിലപ്പോൾ ഇതാവുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ചിലവുണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കൊണ്ടുപോകും, അത് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓസ്കാർ വാങ്ങിക്കൊണ്ടുവരും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ അവാർഡിനേക്കാളും മുകളിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഓസ്കാർ. പക്ഷേ ഓസ്കാർ കിട്ടേണ്ട അഭിനയമുണ്ട്, നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നടൻ ഓസ്കാറില്ല, സിനിമയ്ക്ക് ഓസ്കാർ അറിയില്ല. മേ ബി ഫീച്ചേർഡ് ഫിലിം ഇൻ അനദർ ജൂറി ലാംഗ്വേജ് ആണോ, ലാംഗ്വേജ് ആണോ എന്തോ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പൃഥ്വിരാജിന്റെ അഭിനയം അതാണ് സത്യം പറഞ്ഞത്. പൃഥ്വിരാജും ബ്ലസ്സിയും ARRഉം റസൂൽ പൂക്കട്ടിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സത്യം പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ ഈ കൂടുതലും ചിന്തിക്കാൻ പറ്റില്ല. ഈ കഥയിൽ ഇൻവോൾവ് ആയി ആ ഇമോഷണൽ കണക്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ടെക്നിക്കലി കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റി. പിന്നീട് ചിന്തിച്ചപ്പം റസൂൽ പൂക്കട്ടിയുടെ ആ മരുഭൂമിയിലെ ചില ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾക്ക് കൂടുതലും ഡയലോഗ് ആയതുകൊണ്ട് ഇത് തന്നെ നമ്മൾ കേൾക്കുന്നത്. ചിലടത് ഭയങ്കര ചിലത് ഭയങ്കര സൈലന്റാ. സൈലന്റ് മൊമെന്റിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ലാത്ത സൈലന്റ് സ്ഥലങ്ങളുണ്ട്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളതുണ്ട്, ഹെവി കാറ്റടിക്കുന്നുണ്ട്. സാൻഡ് ഇവരെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അതുപോലെ വേറെ പൃഥ്വിരാജ് കിടക്കുന്ന മണ്ണിനകത്ത് ഇങ്ങനെ കിടക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിലെ മണ്ണിങ്ങനെ വരുന്നത്, അത് ആ ഒരു ഏരിയയിലൊന്നും വേറെ ആൾക്കാരും കിടന്നിട്ടില്ല. ആ ഡിസൈൻ പാറ്റേൺ അങ്ങ് അറ്റം വരെ ഉണ്ട്. ആ ഒരു ഏരിയ മാത്രം അനങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നേരത്തെ മണ്ണിളകണ്ടാണ്, ആ മണ്ണിളകിയിട്ടില്ല. അവരവിടെ കിടന്ന് എഴുന്നേക്കുമ്പോഴാണ് മണ്ണിളകുന്നത്. അപ്പൊ അതൊക്കെ ഒറ്റ ഷൂട്ടിൽ തന്നെ റെഡിയാക്കിയോ, അതെങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു? അവരതേപോലെ നടന്നു വന്ന് അവിടെ ഇരുന്നതൊക്കെ ആയിരിക്കും, കിടന്നതൊക്കെ ആയിരിക്കും. എന്തായാലും അടിപൊളി ഇഷ്ടംപോലെ ഷോട്ട് എടുത്ത് കാണും. അതെല്ലാം വെട്ടിക്കുറച്ച് ഇതിന് വേണ്ടിയിട്ട് സിനിമാറ്റിക്കിന് വേണ്ടിയിട്ട് മാറ്റണമല്ലോ. നമ്മൾ എത്രയോ എഡിറ്റിംഗ് ടേബിൾ എത്തുമ്പോൾ കുറെ പോവല്ലോ. അല്ല, സിനിമാറ്റോഗ്രാഫറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അധികം ഷോട്ട് അധികം എടുത്തിട്ടില്ല. പ്ലസ് എന്താണോ എഴുതി വെച്ചാൽ അത് അതേപോലെ എടുത്തിട്ട് വന്നേതു, അല്ലാതെ അധികം ഒന്നും ഇല്ല. അപ്പം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഷോട്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തോ അവരുടെ ആ താമസിക്കുന്ന സ്ഥലത്ത് ഓൾറെഡി അവര് സെറ്റ് ഒരു മണൽക്കൂനയും അത് അല്ല മരുഭൂമിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേണം ഷോട്ട്. അത് എനിക്കൊന്ന് പ്രീ പ്രൊഡക്ഷൻ ആ തോന്നുന്നു. അവരിരുന്ന് ആലോചിച്ചിട്ട് എല്ലാ ഷോട്ടുകളും ഇങ്ങനെ ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ട്. ചെലവുകളൊന്നും ഇല്ല, ഈ കോവിഡ് മാത്രമേ ഉള്ളൂ ചെലവായി പോയി. പിന്നെ ഇത്രയും ക്രൂ അവിടെ പോയി താമസിക്കണ്ട, സെറ്റപ്പ് ചെയ്യണം, പൃഥ്വിരാജിന്റെ ആരോഗ്യം നോക്കണം. പൃഥ്വിരാജ് 2 പ്രാവശ്യം ട്രാൻസ്ഫോർമേഷൻ 2 3 പ്രാവശ്യം ട്രാൻസ്ഫോം ചെയ്തു. അത് ഈ കോവിഡ് കാരണം ആ മെയിൻറ്റെയിൻ ചെയ്തു. അത് അല്ല ഇടയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് പറയുന്നതായിട്ട് മറ്റേ 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് ബ്ലാക്ക് ഔട്ട് ആയി പോയി. അല്ല 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ടാണ് ഈ എന്താ പറയുക ഷട്ട്ലെസ് സ്ക്രീൻ എടുത്തതില്ലേ. അങ്ങനെയാണല്ലേ. ആഹാരം കഴിക്കാതിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് ഡേ മൊത്തം വാട്ടർ പോലും വെള്ളം പോലും കുടിക്കാതിരുന്നിട്ട്
പിറ്റേന്ന് പാന്റ് ഇടുന്ന സീനൊക്കെ ഞാൻ ശരിക്കും വല്ലാണ്ടായി പോയി. ആ പഴയ പാന്റും പുതിയ ശരീരം ഇങ്ങനെ മടക്കി വെക്കണേക്ക് ആ മടക്കി വെക്കുന്നത് തന്നെ ആ ദയനീയത ഉണ്ടല്ലോ, ആ ആരോഗ്യമില്ലായ്മ കയ്യിലൊക്കെ കാണിക്കുന്നത് ഭയങ്കര. അത് പുള്ളിക്കാരൻ ആരോഗ്യമില്ലായിരുന്നു. വാട്ടർ കട്ട് ചെയ്തിട്ട് തലേന്ന് കണ്ട് ഒരു പെഗ് ഇതും എന്തോ വോഡ്ക എങ്ങാണ്ട് കഴിച്ചു. വോഡ്ക കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ബാക്കിയും കൂടെ ഉള്ളത് വലിഞ്ഞു. അതിന് വേണ്ടിയിട്ട് വോഡ്ക ഷോട്ടിന് മുമ്പോ അങ്ങനെ കണ്ടു. അപ്പൊ അങ്ങനെയും കൂടെ ചെയ്തിട്ടാണ്, അതോ ഷോട്ടിന് അന്നത്തെ ദിവസം രാവിലെ അങ്ങനെ എന്തോ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. എന്നിട്ടാണ് പുള്ളി മൊത്തത്തിയപ്പോഴത്തേക്ക് ഇതായിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ്. മറ്റേ ഗോകുലിന്റെ ശരീരം കാണിക്കുന്നില്ലെന്നുള്ളൂ, പക്ഷെ പുള്ളിക്കാരൻ അവന്റെ ശരീരം കൂടുതൽ കാണിക്കുന്നില്ല. പൃഥ്വിരാജ് അതിനകത്ത് പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഓൾറെഡി എലുമ്പ. പിന്നെ അവൻ മൊത്തത്തിൽ അങ്ങ് മാറി. അവനെ എന്താ പയ്യനെ മുടിയൊക്കെ വളർത്തി നടന്നതിന് പോലീസ് പിടിച്ചത് ചിലപ്പോ അതൊക്കെ തോന്നിക്കും. പൃഥ്വിരാജിനെ കണ്ടാലും ചിലപ്പോ, പിന്നെ പൃഥ്വിരാജ് അറിയാവുന്നതുകൊണ്ട് എന്നാലും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പൃഥ്വിരാജ് പല അച്ചീവ്മെന്റുകളും സ്വന്തമാക്കുന്ന ഉറപ്പാ. ബ്ലസ്സി അതുപോലെ തന്നെ ബ്ലസ്സി. AR റഹ്മാന്റെ എനിക്ക് തോന്നുന്നു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. കൂടുതൽ എനിക്കൊന്ന് ആദ്യത്തെ ആ ഒരു പാട്ട് ലവ് അത് ഗംഭീരമായിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നില്ല. വെള്ളത്തിലൊക്കെ നീന്തുന്നതൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അമലപ്പോൾ കുറച്ചുള്ള ഉണ്ടെങ്കിലും ഗംഭീരമായിരുന്നു, നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇച്ചിരിയുള്ള സീനുകളാണെങ്കിലും അറബി അവിടെ ഇരിക്കുന്നവനും എല്ലാം ഗംഭീര. അറബിയുടെ അറബി നമ്മള് നല്ല അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു. ആള് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കാതിരി അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് വെൽ ബീറ്റ് മനുഷ്യൻ. അതാ ഞാൻ ആലോചിച്ചു, ഗുമ്മാരെല്ലാം തളർന്നു വീഴുമ്പോഴും അങ്ങോട്ടുള്ള പുല്ല് പോലെ നിൽക്കുന്നത്. അതൊക്കെ ചേർത്ത് വായിച്ചിട്ടാണ് ബുക്കില് ആ ഒരു ദൈവീക പരിവേഷം കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരനെ പിന്നെ കാണുന്നില്ല, മാജിക് പോലെ. അങ്ങനെ ഇവരെന്തോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഒറിജിനല്. അതെ, അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒറിജിനലി ഇങ്ങനെ ഒരു കഥാപാത്രം വാണ്ടടാണോ അറിയില്ല, അത് അറിയില്ല. ബുക്കിൽ ഇങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ബുക്കിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നാണ്. ഞാൻ ബുക്ക് ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാൻ. ബുക്ക് എന്തായാലും ഒന്നുകൂടെ റീലിസ്റ്റ് ചെയ്യണം. ആക്ച്വലി ഒന്ന് അടുത്ത എഡിഷൻ ഇരിക്കേണ്ടി വരുന്നത്. എന്തായാലും ഗംഭീരമായിരുന്നു സാധനം. ഗംഭീര സിനിമയാണ്, വിഷ്വലി ട്രീറ്റ് ആണ്. കാണാത്തറിയാം, എന്തായാലും കാണുന്നറിയാം, കാണണം. ഗംഭീര പടം, ഫാമിലി ആയിട്ട് പോയി കാണുക. ഒരു നല്ല ഒരു വിഷ്വൽ ട്രീറ്റ്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വെളിയിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള ഒരാൾ വന്നിട്ട് ഒരു മൂവി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് കാണിക്കാൻ കൊള്ളുന്ന ഒരു കിട്ടില മൂവിയാണ് ആടുജീവിതം. നമുക്ക് നമ്മുടെ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തു നിന്ന് നമ്മുടെ സ്വന്തം സിനിമ എന്ന് പറഞ്ഞിട്ട് വേൾഡ് ക്ലാസ് നീട്ടി കാണിക്കാൻ നമ്മുടെ ഒരു സിനിമയാണ് ആടുജീവിതം. അപ്പോൾ എല്ലാവരും പോയി കാണുക. പൃഥ്വിരാജിന് ഒരേ കയ്യടി. ഗംഭീര അഭിനയായിരുന്നു.